യാത്രകൾ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാണല്ലേ? യാത്രകൾ നമുക്ക് എപ്പോഴും മനോഹരമായൊരു വികാരമാണ്. പ്രകൃതി ഭംഗി ആസ്വദിക്കുക എന്നത് യാത്രയെപ്പെടുന്നുണ്ടെങ്കിലും ആ നാട്ടിൽ നിന്നും വ്യത്യസ്തമായി മറ്റൊരു നാട്ടിലെ ആചാരവും പാരമ്പര്യവും അനുഷ്ഠാനവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു യാത്ര ചെയ്യുമ്പോഴാണല്ലേ. അപ്പോൾ അത്തരത്തിൽ വ്യത്യസ്തമായൊരു അനുഷ്ഠാനമുള്ള ഫിജിയൻ ദ്വീപിൻ്റെ യാത്രാനുഭവത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത്. അപ്പോൾ ഫിജി എന്നത് ഒരുപാട് കൾച്ചേഴ്സുള്ള ഒരു വലിയ ദ്വീപ് സമൂഹമാണ്. 320ഓളം ദ്വീപുകളുണ്ടെങ്കിലും 100 ദ്വീപുകളിൽ മാത്രമേ ആൾപ്പാർപ്പുള്ളൂ. അപ്പോൾ നമുക്ക് പാഠത്തിലേക്ക് പോകാം. ദ സേക്രഡ് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു. കണ്ടാവുവിലെ പരിശുദ്ധമായ കടലാമകൾ. On the island of Kadavu, one of the larger islands of the Fiji group, and some 50 miles by the water from the capital city of Suva, is the Fijian village of Namoana. അപ്പോൾ ഫിജി ഗ്രൂപ്പിലെ വലിയ ദ്വീപുകളിലൊന്നാണ് കണ്ടാവു എന്ന് പറയുന്നത്. അപ്പോൾ ഈ തലസ്ഥാന നഗരം എന്ന് പറയുന്നത് സുവയാണ്. ആ സുവയിൽ നിന്നും ഒരു വെള്ളത്തിലൂടെ ഒരു 50 മൈൽ യാത്ര ചെയ്താൽ നമുക്ക് ഫിജിയൻ ഗ്രാമമായ നമുവാനയിൽ എത്താനായിട്ട് പറ്റും. Namoana nestles at the foot of a beautiful bay adjacent to the government station in the Vunesia Harbour. അപ്പം വുനേസിയ ഹാർബറിൽ ഗവൺമെൻറ് സ്റ്റേഷൻ്റെ അടുത്ത് ഒരു മനോഹരമായ ഉൾക്കടലുണ്ട്. ആ ഉൾക്കടലിൻ്റെ ചുവട്ടിലാണ് നമുവാന പരന്നു കിടക്കുന്നത്. Here the island of Kadavu narrowed down to an isthmus, and by climbing the hill behind the Namoana village, one can stand on the saddle and look out to the sea to the south and to the north. അപ്പം ഇവിടെ കണ്ടാവിൻ്റെ ദ്വീപ് ഇസ്തുമസിലേക്ക് ഇടുങ്ങിയതാണ്. ഇസ്തുമസ് എന്ന് പറയുമ്പം കരയിടുക്കാണ്. അപ്പോൾ അതിലേക്ക് ഇടുങ്ങി കിടക്കാണ് നമ്മുടെ ഈ ഒരു ദ്വീപ്, കണ്ടാവിലെ ഈ ദ്വീപ്. നമുവാന ഗ്രാമത്തിന് പിറകിൽ ഒരു കുന്നുണ്ട്. ആ കുന്ന് കയറിക്കഴിഞ്ഞാൽ ഒരാൾക്ക് ആ സാഡിൽ നിന്നുകൊണ്ട് വടക്കും തെക്കുമുള്ള കടൽ കാണാനായിട്ട് പറ്റും. Legend says that in the days gone by, the warriors of Kadavu slides their canoes on rolled up over the narrow neck of the land to save the long journey around the east and the west of the Kadavu island. അപ്പം മുമ്പ് കാലത്ത് പറഞ്ഞു വന്ന ഒരു ഐതിഹ്യ കഥ എന്താണെന്ന് വെച്ചാൽ, കണ്ടാവിൻ്റെ ദ്വീപിൻ്റെ കിഴക്ക് പടിഞ്ഞാറ് ഇങ്ങനെ ഈസ്റ്റ് വെസ്റ്റിൽ ചുറ്റിയുള്ള ദീർഘമായിട്ടുള്ളൊരു വലിയ യാത്ര ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കണ്ടാവിലെ യോദ്ധാക്കൾ അവരുടെ ഇടുങ്ങിയ കരയുടെ മുകളിലൂടെയാണ് തൻ്റെ വഞ്ചികൾ ആ ഒരു കടലിലേക്ക് ഇറക്കിയതെന്ന് ഒരു ഐതിഹ്യം പറയാറുണ്ട്. അപ്പം ഇത്രയും കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്രയും നമ്മളിവിടെ പറഞ്ഞത് നമുവാന എത്രത്തോളം മനോഹരമാണ്, നമുവാന എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, നമുവാന എങ്ങനെയൊക്കെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോഴും നമ്മൾ ആചാരത്തിലേക്ക് കടന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ആചാരത്തിലേക്ക് ഒന്ന് പോവാം. The women of Namoana village still preserve a very strange ritual, that of calling turtles from sea. നമുവാനയിലെ സ്ത്രീകൾ കടലിൽ നിന്നും കടലാമകളെ വിളിക്കുന്ന ഒരു വിചിത്രമായ അനുഷ്ഠാനം ഇന്നും അവിടെ നിലനിർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. If you visit Namoana village to see the turtle calling, your schooner anchor in a beautiful bay right under the cliff of a rocky headland. നിങ്ങൾ ഈ ടേർട്ടിൽ കാളിങ് കാണാൻ വേണ്ടിയിട്ട് നമുവാനയിലേക്ക് പോകാമെന്ന് വിചാരിച്ചോ. അങ്ങനെ നമുവാനയിൽ പോകുമ്പം നിങ്ങളുടെ പായ്ക്കപ്പൽ ആദ്യം റോക്കി ഹെഡ്ലാൻഡ് താഴെയുള്ള കൂറ്റൻ കല്ലിന് താഴെ ആയിരിക്കും നങ്കൂരമിടുന്നത്. You land on the beach and then either sit on the rock under the bluff on the beach or climb a rock track to the point from 150 or 200 feet up the rock faces. അപ്പം നിങ്ങൾ അവിടെ നങ്കൂരം ഇട്ടിട്ട് കടൽ തീരത്തേക്കായിരിക്കും ഇറങ്ങുന്നത്. എന്നിട്ട് ഒന്നുകിൽ കടൽ തീരത്തെ ആ ബ്ലഫിൻ്റെ കീഴിലുള്ള പാറകളിലിരുന്ന് നമുക്ക് ആ റിച്വൽ കാണാനായിട്ട് പറ്റും. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, റോക്ക് ഫേസിന് 150 200 മുകളിലുള്ള ഒരു പാറകൾ കാണാൻ പറ്റും. ആ പാറക്കല്ലിലിരുന്നും നമുക്ക് ഈ റിച്വൽ കാണാനായിട്ട് പറ്റും. Here you have a splendid view and will find assembled all the maidens of the village of Namoana singing a strange chant. അപ്പം ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഗംഭീരമായ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും. കൂടാതെ നമുവാന ഗ്രാമത്തിലെ എല്ലാ കന്യകമാരെന്ന് പറയുമ്പം വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ, അപ്പം അവർ ഒരുമിച്ച് ഒരു വിചിത്രമായ മന്ത്രം ചൊല്ലുന്നതും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. As they chant, if you look very carefully down into the water of the bay, you will see giant turtles rise one by one to lie on surface listening to the music.
അങ്ങനെ അവർ മന്ത്രം ചൊല്ലുമ്പം നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവം ഉൾക്കടലിലെ ആ വെള്ളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഭീമമായ ആമകൾ ആ പാട്ട് കേട്ടിട്ട് ഉപരിതലത്തിലേക്ക് ഇങ്ങനെ വരുന്നതായിട്ട് കാണാനായിട്ട് പറ്റും. This is not a fairy tale. It actually does takes place and the water in this sea is forbidden for fishing of turtles. അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് ഒരു കെട്ടുകഥയൊന്നുമല്ല, ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ വെള്ളം ഈ മത്സ്യബന്ധനമില്ല, ഫിഷിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നിരോധിച്ചിരിക്കുന്ന ഒരു സ്ഥലമാണിത്. Another interesting sideline of this performance is that if any member of the nearby village of Nabukalavu is present, then the turtles will not rise to the surface of the bay and the turtle calling will have to be abandoned. അപ്പോൾ ഈ ഒരു പെർഫോമൻസിൻ്റെ മറ്റൊരു രസകരമായ വശം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു റിച്വൽ അവിടെ നടക്കുന്ന സമയത്ത് അടുത്ത ഗ്രാമമായ നബുക്കലവുവിൽ ഏതെങ്കിലും ഒരാളെങ്കിലും അവിടെ പ്രസൻ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരാൾ അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ടേർട്ടിൽസ് ഒരിക്കലും ആ ഒരു ഉപരിതലത്തിലേക്ക് വരില്ല. ടേർട്ടിൽ കാളിങ് അങ്ങനെ വരാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടേർട്ടിൽ കാളിങ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അതിനർത്ഥം എന്താണ്? അവിടെ ആ ടേർട്ടിൽസ് വന്നില്ലെന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ തൊട്ടടുത്തുള്ള നബുക്കലവു എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഏതോ ഒരാൾ അവിടെ പ്രസൻ്റ് ആണെന്നാണ് അർത്ഥം. As is usually the case with such strange ceremonies and customs in Fiji, the turtle calling is based on an ancient legend still passed on from father to son among the Fijian people of Kadavu. അപ്പം ഫിജി ഗ്രൂപ്പിലെ മറ്റ് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെയും പോലെ തന്നെ ഈ ടേർട്ടിൽ കാളിങ്ങും ഒരു പുരാതന ഇതിഹാസത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതായത് കണ്ടാവിലെ ഈ ഫിജിയൻ പീപ്പിളില്ലേ, അവരുടെ ഇടയ്ക്ക് പരമ്പരാഗതമായി തന്നെ അച്ഛനിൽ നിന്നും മകനിലേക്ക് കൈമാറി വരുന്ന ഇതിഹാസ കഥകളില്ലേ, പരമ്പരാഗതമായി ഇങ്ങനെ അച്ഛൻ മകന് പറഞ്ഞു കൊടുത്ത്, അങ്ങനെ മകൻ അടുത്ത് അവൻ്റെ മകന് പറഞ്ഞു കൊടുത്ത്, അങ്ങനെ പരമ്പരാഗതമായി കൈമാറി വന്ന ഒരു കഥയുടെ ബേസിലാണ് ഈ ഒരു റിച്വൽ അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ആ കഥയെന്ന് നമുക്ക് നോക്കാം. Many years ago, in the beautiful village of Namuana on the island of Kadavu, lived a very lovely princess called Tinakaboga, who was the wife of the chief of Namuana village. അപ്പോൾ വർഷങ്ങൾക്കൊക്കെ മുമ്പ് കണ്ടാവു ദ്വീപിലെ മനോഹരമായ ഒരു ഗ്രാമം നമുവാന. ആ നമുവാന എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ തലവൻ്റെ ഭാര്യയും അതിസുന്ദരിയായ ഒരു രാജകുമാരിയും ജീവിച്ചിരുന്നു. അവരുടെ പേര് ടിനാക്കബോഗ എന്നായിരുന്നു. ടിനാക്കബോഗ ഹാഡ് എ ചാമിങ് daughter called റൗഡലീസ് ആൻഡ് the two women often went fishing on the reefs around their home. അപ്പോൾ ടിനാക്കബോഗയ്ക്ക് അതിസുന്ദരിയായിട്ടുള്ളൊരു മകളുണ്ടായിരുന്നു. റൗഡലീസ് എന്നായിരുന്നു അവളുടെ പേര്. അപ്പം റൗഡലീസും ടിനാക്കബോഗയും അവരുടെ വീടിന് ചുറ്റുമുള്ള റീഫിൽ മത്സ്യബന്ധനത്തിന് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ പോയിരുന്നു. Once Tinakaboga and Rowdalis went further afield than usual. അപ്പം ഒരിക്കൽ ഇങ്ങനെ ഫിഷിങ്ങിന് പതിവായി പോവാറുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ ടിനാക്കബോഗയും റൗഡലീസും ഇങ്ങനെ ഫിഷിങ്ങിന് പോയപ്പം പതിവിലും ദൂരെ അവരിങ്ങനെ പോയി. ആ ഫിഷിങ്ങിൽ മതിമറന്ന് പതിവിലും ദൂരെ പോയി. They waded out into the submerged reef which stretched out from the rocky headland to the east of the bay on which Namuana village is situated. അപ്പോൾ നമുവാന വില്ലേജ് സ്ഥിതി ചെയ്തിരുന്നതിൻ്റെ അടുത്തൊരു ഉൾക്കടലുണ്ട്. ആ ഉൾക്കടലിൻ്റെ ഈസ്റ്റ് ഭാഗത്ത് ഈ പാറക്കെട്ടിൽ നിന്നും പരന്നു കിടക്കുന്ന ഒരു സ്ഥലമുണ്ട്. പാറക്കെട്ടുകൾ, ഒരു വെള്ളത്തിലിങ്ങനെ മുങ്ങിക്കിടക്കുന്ന പാറ, ആ ഒരു സ്ഥലത്തേക്ക് ഇവരിങ്ങനെ പോയി. They become so engrossed with their fishing that they did not notice the stealthy approach of a great war canoe filled with fishermen from the nearby village of Nabukalavu. അപ്പോൾ ഫിഷിങ്ങിൽ ഇങ്ങനെ മതിമറന്ന് പോയ അവർ തൊട്ടടുത്ത ഗ്രാമമായ നബുക്കലേവുവിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികൾ നിറഞ്ഞ ഒരു വലിയ യുദ്ധക്കപ്പൽ രഹസ്യമായി അവരുടെ അരികിലേക്ക് ഇങ്ങനെ വരുന്നത് അവർ ശ്രദ്ധിച്ചില്ല. അവരിങ്ങനെ ഫിഷിങ്ങിൽ ഇങ്ങനെ മതിമറന്ന് ഇങ്ങനെ പോവുകയാണ്. അപ്പം തൊട്ടടുത്ത ഗ്രാമമായ നബുക്കലേവുവിൽ മത്സ്യത്തൊഴിലാളികൾ ഒരു വലിയ യുദ്ധക്കപ്പലിൽ വരുന്നുണ്ട്. അത് അവർ ശ്രദ്ധിക്കുന്നതേ ഇല്ല. അവരിങ്ങനെ മതിമറന്ന് ഇങ്ങനെ ഫിഷിങ് ചെയ്ത് നടക്കുകയാണ്.
This village is situated in the shadow of Mount Washington, the highest mountain of the കണ്ടാവു ഐലൻഡ്. അപ്പം ഈ ഒരു വില്ലേജ്, നബുക്കലവു എന്ന് പറയുന്ന വില്ലേജ് കണ്ടാവു ഐലൻഡിലുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു പർവ്വതമുണ്ട്, മൗണ്ടെയിൻ ഉണ്ട്. അതിൻ്റെ പേര് മൗണ്ട് വാഷിങ്ടൺ എന്നാണ്. ആ മൗണ്ട് വാഷിങ്ടണിൻ്റെ അടുത്താണ് ഈ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. Today, Mount Washington is well known to the mariners because there is a splendid lighthouse there warning them of the dangers of the rocky coastlines. അപ്പം ഇന്ന് മൗണ്ട് വാഷിങ്ടൺ നാവികർക്ക്, മറൈനേഴ്സിന് വളരെ പരിചിതമായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് പാറകളുള്ള സ്ഥലമാണ്. അപ്പം ഈ അപകടങ്ങൾ ഒരുപാട് നടക്കാൻ സാധ്യതകളുള്ള സ്ഥലമാണ്. അപ്പം ആ ഒരു തീരപ്രദേശത്തിൻ്റെ അപകടങ്ങളെ കുറിച്ച് ഒരു മുന്നറിയിപ്പ് നൽകുന്ന മനോഹരമായ ഒരു ലൈറ്റ് ഹൗസ് അവിടെ ഉണ്ടായതുകൊണ്ട് തന്നെ മറൈനേഴ്സിന് ആ സ്ഥലം വളരെ ഫേമസ് ആണ്. Suddenly, the fisherman leapt from their canoe and seized the two women, bounded their hands and feet with vines, tossed them into the bottom of the canoe, and set off in a great haste for home. അപ്പോൾ പെട്ടെന്ന് ആ മത്സ്യത്തൊഴിലാളികൾ അവരുടെ തോണിയിൽ നിന്ന് ചാടി ഇറങ്ങിയിട്ട് ആ രണ്ട് സ്ത്രീകളെയും പിടികൂടി കൈയും കാലും മുന്തിരിവള്ളികളെ കൊണ്ട് കെട്ടിയിട്ട് തോണിയുടെ അടിയിലേക്ക് തള്ളിയിട്ടു. എന്നിട്ട് എന്ത് ചെയ്ത് അവർ വീട്ടിലേക്ക് പുറപ്പെട്ടു. Although the women pleaded for their lives, the cruel warriors from Nabucalavu did not listen to their entreaties. അപ്പം ആ രണ്ട് സ്ത്രീകളും തങ്ങളുടെ ജീവന് വേണ്ടിയിട്ട് ഒരുപാട് അപേക്ഷിച്ചെങ്കിലും നബുക്കലവിൽ നിന്നുള്ള ആ ക്രൂരന്മാരായ യോദ്ധാക്കൾ അവരുടെ അഭ്യർത്ഥനകളൊന്നും കേട്ടില്ല. The gods of the sea, however, were kind, and soon a great storm arose and the canoe was tossed about by huge waves which almost swamped it. അപ്പം എന്താണ്, നബുക്കലവുല ഈ വാരിയോസ് ക്രൂരന്മാരായിരുന്നെങ്കിൽ പോലും നമ്മുടെ കടലിലെ ദേവന്മാർ ദയയുള്ളവരായിരുന്നു. താമസിയാതെ തന്നെ ഒരു വലിയ കൊടുങ്കാറ്റ് അവിടെ ഉയർന്നു. വലിയ തിരമാലകൾ കാരണം അത് ഉലയാനായിട്ട് തുടങ്ങി. അത് മുങ്ങുന്ന പോലെ ആയി. As the canoe foundered in the sea, the fishermen were astounded to notice that two women lying in the water in the hold of the canoe had suddenly changed into turtles, and to save their own lives, the men seized them and threw them into the sea. അപ്പം അങ്ങനെ തോണി ഇങ്ങനെ മുങ്ങിക്കൊണ്ടിരുന്നപ്പം ആ ഫിഷർമാൻ ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോയി. അതായത് ആ തോണിയിൽ ഇങ്ങനെ കെട്ടിയിട്ടിരുന്ന ആ വെള്ളത്തിൽ മുങ്ങിക്കൊണ്ടിരുന്ന ആ രണ്ട് സ്ത്രീകളും പെട്ടെന്ന് ആമകളായി മാറി അവരുടെ ജീവൻ രക്ഷിച്ചു. അപ്പം ആ മത്സ്യത്തൊഴിലാളികൾ ഇത് കണ്ട് പേടിച്ചിട്ട് അവരെ പിടികൂടി കടലിലേക്ക് ഒരൊറ്റയേറെറിഞ്ഞു. As they slipped over the side of the canoe, the weather changed and there were no more waves. അങ്ങനെ അവർ ആ തോണിയിൽ നിന്നും തെന്നി മാറിയപ്പോൾ, അപ്പോൾ ആ ഒരു ടേർട്ടിൽസിന് ആ തോണിയിൽ നിന്നും തെന്നി മാറി പോയി കഴിഞ്ഞപ്പോഴത്തേക്കും കാലാവസ്ഥ മാറി. പിന്നീട് അവിടെ വലിയ തിരകളൊന്നും പിന്നീട് ഉണ്ടായില്ല. The Nabukalavu fishermen continued their journey back to their home village, and the two women from Namuana village who had been changed into turtles lived on into the water of the bay. അപ്പം നബുക്കലവുൽ ആ മത്സ്യത്തൊഴിലാളികൾ ഇത് കണ്ട് പേടിച്ച് അവരുടെ സ്വന്തം നാട്ടിലേക്ക് യാത്ര തുടർന്നു. നമുവാനയിൽ ആ രണ്ട് സ്ത്രീകൾ കടലാമകളായി മാറി കടലിലെ വെള്ളത്തിൽ ജീവിച്ചും പോന്നു. ഇറ്റ് ഈസ് ദെയർ ഡിസെൻഡൻസ് ടുഡേ ഹു റൈസ് ഫ്രം ദി വാട്ടർ വെൻ ദി മെയ്ഡൻസ് ഓഫ് ദെയർ ഓൺ വില്ലേജ് സിംഗ് സോങ് ടു ദം ഫ്രം ദി ക്ലിഫ്. അപ്പം ഇന്ന് ആ റൗഡലീസിൻ്റെയും ചിനാക്കോബോഗയുടെയും പിൻഗാമികളാണ് സ്വന്തം നാട്ടിലെ ആ കന്യകമാർ പാറകളിൽ നിന്നും പാട്ട് പാടുമ്പം ആ വെള്ളത്തിലേക്ക് ഉയർന്നു വരുന്നത്. The translation of this strange song which is chanted on such occasion is as follows. അപ്പം അത്തരം സന്ദർഭങ്ങളിൽ പാടുന്ന ആ വിചിത്രമായ ഗാനത്തിൻ്റെ ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ്. The women of the Namuana are all dressed in the mourning. നമുവാനയിലെ എല്ലാ സ്ത്രീകളും ദുഃഖാചരണത്തിൻ്റെ ഡ്രസ്സുകളിലാണ്. ഈച്ച് ക്യാരീസ് എ സേക്രഡ് ക്ലബ്, ഈച്ച് ടാറ്റൂഡ് ഇൻ എ സ്ട്രേഞ്ച് പാറ്റേൺ. അപ്പം ഓരോരുത്തരുടെ കയ്യിലും വിശുദ്ധമായ ഒരു വടിയുണ്ട്. ആ വടിയിൽ വിചിത്രമായ പാറ്റേണിൽ ചിത്രപ്പണികളും ചെയ്തിട്ടുണ്ട്.
ഡു റൈസ് ടു ദി സർഫസ് റൗഡലീസ് സോ വി മേ ലുക്ക് അറ്റ് യു. റൗഡലീസ്, നിങ്ങൾ ആ സർഫസിൻ്റെ ഉപരിതലത്തിലേക്ക് വരൂ, അപ്പം ഞങ്ങൾക്ക് നിങ്ങളെ കാണാനായിട്ട് പറ്റും. ഡു റൈസ് ടു ദി സർഫസ് ടിനോക്കബോഗ സോ വി മേ ഓൾസോ ലുക്ക് അറ്റ് യു. ടിനോക്കബോഗ, നിങ്ങളും ആ സർഫസിലേക്ക് വരൂ, അപ്പം നിങ്ങളെയും ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് അവിടെ ആ ചൊല്ലുന്ന ആ ഒരു സ്ട്രേഞ്ച് ചാൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പം ഇങ്ങനെ ആ ഒരു ചാൻറ്റ് ചൊല്ലിക്കഴിയുമ്പം അവിടെ എന്താണ് നബുക്കലവൂല ആരും അവിടെ പ്രസൻ്റ് ആയിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്മുടെ ടിനോക്കബോഗയുടെയും റൗഡലീസിൻ്റെയും ആ പിൻഗാമികൾ ആ ഒരു ബേയിലേക്ക് ആ ഒരു ആ ഒരു വാട്ടർ സർഫസിലേക്ക് പൊങ്ങി വരും അല്ലേ, ഈ ആൾക്കാരെ കാണാൻ വേണ്ടിയിട്ട്, സ്വന്തം നാട്ടിലെ ആ മെയ്ഡൻസിനെ കാണാൻ വേണ്ടിയിട്ട്. You may doubt the truth of the legend, but you cannot doubt the fact that the chanting of this strange song does, in fact, lure the giant turtles to the sea of the blue water of the bay near Namuana village on the island of Kadavu. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇതിഹാസത്തിൻ്റെ ഈ ഒരു കഥ കേട്ടപ്പോൾ നിങ്ങൾക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടായേക്കാം അല്ലേ. പക്ഷേ നമ്മുടെ ഈ കണ്ടാവു ദ്വീപിൻ്റെ നമുവാന വില്ലേജിനടുത്തുള്ള ഈ ഒരു ഉൾക്കടലിൽ ഇങ്ങനൊരു ചാൻറ്റ് നടക്കുന്നു എന്നുള്ളത് സത്യമായൊരു കാര്യമാണ്. അങ്ങനൊരു ചാൻറ്റ്, ആ ഒരു വിചിത്രമായ ഗാനം കേൾക്കുമ്പം ആ ഗാനത്തിൽ ആകർഷിച്ചിട്ട് ഒരുപാട് വലിയ കടലാമകൾ ആ ഒരു സർഫസിലേക്ക് വരുന്നു എന്നുള്ളതും സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് അവിടെ നടക്കുന്ന ആ ഒരു ലെജൻഡ് എന്ന് പറയുന്നത്, ഫ്രം എ ഫിജിയൻ ലെജൻഡ്. അപ്പോൾ ഇതാണ് ആ ഒരു കഥയെന്ന് പറയുന്നത്. അങ്ങനെ അവർ പാട്ട് പാടുമ്പം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആ റൗഡലീസും ടിനോക്കബോഗയുടെയും പിൻഗാമികൾ ആ ഒരു കടൽ തീരത്തേക്ക് വരും. അപ്പോൾ ഇതാണ് ദ സീക്രട്ട് ടേർട്ടിൽസ് ഓഫ് കണ്ടാവു. താങ്ക് യു.